ഇറാൻ കത്തുകയാണ്. തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ ഉയരുമ്പോൾ ഇറാനിയൻ ജനത ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഞങ്ങൾ സ്വതന്ത്രരായി കഴിഞ്ഞാൽ ഇന്ത്യയും ഇറാനും ചേർന്ന് ഒരു പുതിയ ചരിത്രം കുറിക്കും. ഇറാൻ മുൻ കിരീടാവകാശി റസ പഹ്ലവിയുടെ ഈ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് പ്രതിസന്ധിയിലായ ഒരു ജനതയുടെ തന്നെ വലിയ പ്രതീക്ഷയാണ്. സാമ്പത്തിക തകർച്ചയും ജലക്ഷാമവും തൊഴിലില്ലായ്മയും മൂലം പൊറുതിമുട്ടിയ ഇറാനിയൻ ജനത മാസങ്ങളായി തെരുവിലാണ്. റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിടുമ്പോൾ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടും ആശയവിനിമയങ്ങൾ തടസ്സപ്പെട്ടും രാജ്യം നിശ്ചലമാകുമ്പോൾ അവിടെയുള്ള വിദേശികൾ ഭീതിയുടെ നിഴലിലാണ്. എന്നാൽ ഈ ഇരുട്ടിലും അവർ കാണുന്ന ഏക പ്രകാശകിരണം ന്യൂഡൽഹിയാണ്. അമേരിക്ക പോലുള്ള വൻ ശക്തികൾ തന്ത്രപരമായ പിന്മാറ്റം നടത്തുമ്പോൾ, എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് പിന്മാറ്റം നടത്തുമ്പോൾ ഇന്ത്യയുടെ നിലപാട് ലോകശ്രദ്ധ നേടുന്നു. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ മോദി സർക്കാർ നടത്തുന്ന ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകളായി കഴിഞ്ഞു. മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന മുദ്രാവാക്യത്തോടെ ഡൽഹി വിമാനത്താവളത്തിൽ ആവേശത്തിൽ വന്നിറങ്ങുന്ന ഓരോ ഇന്ത്യക്കാരനും പറയുന്നത് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ അസാമാന്യമായ ഇടപെടലുകളെ കുറിച്ചാണ്. ഡിസംബർ 28-ന് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ തുടങ്ങിയ പ്രതിഷേധം ഇന്ന് ഇറാനിലാകെ കത്തിപ്പടർന്നിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമായതോടെ വിദേശകാര്യ മന്ത്രാലയം കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കുക. നിലവിൽ അവിടെ ഉള്ളവരോട് പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എത്രയും വേഗം മടങ്ങാനും സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. ഇറാനിയൻ ജനതയ്ക്ക് ഇന്ത്യയോടുള്ള വിശ്വാസം മുൻ കിരീടാവകാശി റസ പഹ്ലവിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. പാശ്ചാത്യ ശക്തികൾ കൈവിട്ട സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ മാതൃകയായി അവർ ഇന്ത്യയാണ് കാണുന്നത്. സുരക്ഷിതമായി മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളും തീർത്ഥാടകരും പങ്കുവയ്ക്കുന്ന ഓരോ അനുഭവവും വ്യക്തമാക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനം തന്നെയാണ്. ഇറാൻ നേരിടുന്ന ഈ വെല്ലുവിളി കേവലം ഒരു ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ തന്നെ അധികാര സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ്. പ്രക്ഷോഭകർ നീട്ടുന്ന കൈകൾ സ്വീകരിച്ച് ഒരു പുതിയ അധ്യായം കുറിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.